എരിയുന്ന തിരിനാളം പോലെ വിടരുന്ന നറുസൂനം പോലെ നിൻ മുന്നിലർപ്പിതരാകാം നാഥാ, ഞങ്ങളിതാ വരുന്നു. എരിയുന്ന തിരിനാളം പോലെ വിടരുന്ന നറുസൂനം പോലെ നിൻ മുന്നിലർപ്പിതരാകാം നാഥാ, ഞങ്ങളിതാ വരുന്നു. ജീവിതമാകുമി പൊൻവിളക്കിൽ എണ്ണ നിറച്ചിതാ ഒരുങ്ങി നിൽപ്പൂ. ജീവിതമാകുമി പൊൻവിളക്കിൽ എണ്ണ നിറച്ചിതാ ഒരുങ്ങി നിൽപ്പൂ. ഇനിയൊരു കാവൽ വിളക്കു പോലെ തിരുമുൻപിലെരിഞ്ഞിടാം ഞങ്ങൾ. എരിയുന്ന തിരിനാളം പോലെ വിടരുന്ന നറുസൂനം പോലെ നിൻ മുന്നിലർപ്പിതരാകാം നാഥാ, ഞങ്ങളിതാ വരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. കർത്താവേ, ജനതകളുടെ മധ്യേ ഞാൻ അങ്ങയെ ഏറ്റുപറയും. എൻ്റെ സഹോദരനോട് അങ്ങേ നാമം വിവരിക്കും. ഹല്ലേലൂയ. ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ മധ്യസ്ഥ തിരുനാള് തിരുസഭ ഓർമ്മിപ്പിക്കുന്ന പലറ്റീൻ സഭയുടെ സ്ഥാപകനായിട്ടും ഇന്ത്യയുടെ രണ്ടാമത്തെ മിഷണറി ആയിട്ടുമാണ് ഫ്രാൻസിസ് സേവ്യർ അറിയപ്പെടുക. ഇന്ത്യയിലും ഗോവയിലും ഇന്ത്യയിൽ തന്നെ ഗോവയിലും ജപ്പാനിലും മൊളോക്കയിലുമൊക്കെ അദ്ദേഹം സുവിശേഷം പ്രഘോഷണത്തിനായി പോയിരുന്നു. ചൈനയിലേക്കുള്ള യാത്രാ മധ്യയാണ് അദ്ദേഹത്തിന് പനി പിടിപെടുകയും അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്ത. കേരളത്തിൻ്റെ തീരത്തുകൂടി അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ യുദ്ധകാലത്ത് അദ്ദേഹം തോൽക്കുമെന്ന പ്രതീതി ജനിച്ചപ്പോൾ ഫ്രാൻസിസ് സേവ്യറിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥം തേടുകയും വടകൻപട വരുന്ന സ്ഥലത്ത് ഫ്രാൻസിസ് സേവ്യർ വഴിയിൽ നിന്ന് വടകൻപട വന്നപ്പോൾ കുരിശ് കാണിച്ച് തിരിച്ചു പോകുമെന്ന് ആജ്ഞാപിക്കുകയും വടകൻപട മാർത്താണ്ഡവർമ്മയെ ആക്രമിക്കാതെ തിരിച്ചു പോകുന്നു. അപ്പം അതുകൊണ്ട് മാർത്താണ്ഡവർമ്മ ഫ്രാൻസിസ് സേവ്യറിന് പെരിയ സ്വാമി, വലിയ അച്ഛനെന്ന സ്ഥാനം കൊടുക്കുകയും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്തു എന്നാണ് അറിയപ്പെടുക. പക്ഷേ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ ഫ്രാൻസിസ് സേവ്യറിൻ്റെ പേരിലുള്ള എല്ലാ ദേവാലയങ്ങളിലും ഇന്ന് ആഘോഷിക്കുന്നു. അപ്പോൾ നമ്മുടെ കൊച്ചു കപ്പേളയിൽ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ വൈകുന്നേരം 6 മണിക്ക് നമ്മൾ കൊടികയറുകയും 6:30 കുർബാന നടത്തുകയും രൂപം നമ്മൾ ചെറിയ വാഹനത്തിൽ പ്രദർശനമായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ പ്രത്യേകമായി നമ്മൾ ഓർമ്മിക്കുക, കൊള്ളിക്കുളവിൽ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടിയും ജോസഫ് അറക്കൽ വറയൂർ തെക്കനേൻ്റെ 36ാമത്തെ ജന്മദിനം പ്രത്യേകമായിട്ട് എൻ്റെ സ്മരിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വർഗീസ് പൈങ്ങന്തറ ഈ ആത്മാക്കളുടെ നിത്യ വിശ്രമത്തിനായി പ്രത്യേകം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതോടൊപ്പം നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും ദൈവവും കൂടി നമുക്ക് സമർപ്പിക്കാം. ഇന്ന് വൈകുന്നേരമാണ് കൊടുങ്കാറ്റുണ്ടാവുക എന്ന് മാധ്യമങ്ങളിങ്ങനെ
ഓർമ്മിച്ചുകൊണ്ടിരിക്കും. അപ്പം 3 ദിവസമായിട്ട് നമ്മൾ ബോട്ടുകളും വഞ്ചികളും ആഴക്കടലിൽ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാനായിട്ട് സർക്കാർ ഗൗരവമായ അറിയിപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ രാവിലെ ഒരു മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ എന്തെങ്കിലും സൂചനയായിരിക്കാം എന്നുള്ളത്. അപ്പം നമ്മൾ ജാഗ്രതയോടുകൂടി യാത്രയെല്ലാം ഗൗരവത്തോടുകൂടി നോക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിനായി നമ്മൾ കേരളത്തെയും പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവരഹസ്യം ഒരുക്കത്തോടുകൂടി കൊണ്ടാടുവാൻ നമ്മുടെ പാപങ്ങൾ ഓർത്ത് മനസ്സുവെച്ചിട്ട് പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കനിയണമേ, കനിയണമേ. കർത്താവേ കനിയണമേ, കനിയണമേ, കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കനിയണമേ, കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങയെ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ സുവിശേഷ പ്രഘോഷണത്താൽ ഞങ്ങളുടെ രാജ്യത്ത് അനേകം ജനങ്ങളെ അങ്ങേക്ക് വേണ്ടി അങ്ങ് നേടിയല്ലോ. അതേ വിശ്വാസ തീക്ഷ്ണതയാൽ വിശ്വാസികളുടെ മാനസങ്ങൾ ഉജ്ജ്വലിക്കാനും തിരുസഭ എല്ലായിടത്തും നിരവധി സന്തതികളാൽ ആനന്ദിക്കുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുരുളേണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാത മലമുകളിൽ എത്ര മനോഹരമാണ്. ശ്രദ്ധിക്കുക, നിന്റെ കാവൽക്കാർ സ്വരമുയർത്തുന്നു, അവർ സന്തോഷത്തോടെ ഒരുമിച്ച് പാടുന്നു. കർത്താവ് സിയോനിലേക്ക് തിരികെ വരുന്നത് അവർ നേരിട്ട് കാണുന്നു. ജെറുസലേമിലെ വിജനതകളെ ആർത്തുപാടുവിൻ. കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു, ജെറുസലേമിനെ മോചിപ്പിച്ചിരിക്കുന്നു.
തൻ്റെ പരിശുദ്ധ കരം എല്ലാ ജനതകളുടെയും മുമ്പിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ജനപദങ്ങളെ അവിടത്തെ പുകഴ്ത്തുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്. കർത്താവിന്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. രണ്ടാം വായന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അത് എൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സ്വമനസ്സ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. അങ്ങനെയല്ലെങ്കിൽ മറ്റാരുടെയോ നിയോഗമനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എൻ്റെ പ്രതിഫലം? സുവിശേഷം നൽകുന്ന അവകാശം പൂർണ്ണമായി ഉപയോഗിക്കാതെ പ്രതിഫലമെന്നിയെ സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള സംതൃപ്തി മാത്രം. ഞാൻ എല്ലാവരിൽ നിന്ന് സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു. ബലഹീനരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി. എല്ലാ പ്രകാരത്തിലും കുറെ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി. സുവിശേഷത്തിൽ ഭാഗവാക്കാക്കുന്നതിനായി സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആ ദിവസങ്ങളിൽ 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ഈശോ അരുളിച്ചെയ്തു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവൻ. വിശ്വസിച്ച സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവിടുന്ന് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായി. അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. തിരുവചനം നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയട്ടെ. ആമേൻ. തൃക്കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണം, ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകണമേ. തൃക്കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയായി
ഓരോരുത്തരാണല്ലോ കൈക്കൊള്ളുവാൻ കനിവാകേണമേ. നിൻ ജീവനിൽ ദിവ്യവിരുന്നാകുവാൻ പൊടിയുന്നു ഞാനും ബലിവേദിയിൽ. നിൻ ജീവനിൽ ദിവ്യവിരുന്നാകുവാൻ പൊടിയുന്നു ഞാനും ബലിവേദിയിൽ. തിരുമുൻപിലെ മെഴുതിരിയായി ഞാൻ, തിരുമുൻപിലെ മെഴുതിരിയായി ഞാൻ ഉരുകുന്നു നാളം തെളിഞ്ഞിടുവാൻ. തൃക്കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണം, ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകേണമേ. സഹോദരൻ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമെൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവ്, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുനാൾ ആഘോഷത്തിൽ അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കണമേ. അദ്ദേഹം മനുഷ്യരക്ഷയ്ക്കുള്ള ആഗ്രഹത്താൽ വിദൂരദേശങ്ങളിലേക്ക് യാത്ര ചെയ്തതുപോലെ ഞങ്ങളും സുവിശേഷത്തിന് ഫലപ്രദമായ സാക്ഷ്യം നൽകിക്കൊണ്ട് സഹോദരങ്ങളോടൊത്ത് അങ്ങിലേക്ക് തിടുക്കത്തിൽ വന്നണയുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. സഭയ്ക്ക് വേണ്ടി നവയുഗത്തിന് തുടക്കം കുറിക്കുവാനും ദൈവീക ജീവന്റെ പുതുവസന്തം നൽകുവാനുമായി വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ഹൃദയത്തിൽ അങ്ങേ ആത്മാവിന്റെ അഗ്നി അങ്ങ് ജ്വലിപ്പിക്കുകയും ആദ്യ അപ്പസ്തോലന്മാരുടെ ധൈര്യത്തോടെ പൗരസ്ത്യദേശത്ത് സുവിശേഷം പ്രസംഗിക്കുവാൻ അദ്ദേഹത്തെ അയക്കുകയും ചെയ്തുവല്ലോ. കൂടാതെ ഈ വിശുദ്ധന്റെ സമർപ്പിത ജീവിതത്തിന്റെ മാതൃകയാൽ ഇന്നും ഞങ്ങളെ അങ്ങ് നിരന്തരം പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. ആകയാൽ കർത്താവ് എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടുമൊപ്പം ഞങ്ങളും അങ്ങേക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ആഹ്ലാദപൂർവം അങ്ങയെ പാടി സ്തുതിക്കുന്നു. പരിശുദ്ധിൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധിൻ ദൈവം പരിശുദ്ധിൻ നിരുപമമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന.
കർത്താവേ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാരെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഈർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, ഈ ലോകം അങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നേതൃകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ഭൂരിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് സ്വർഗസ്വനായ പിതാവിനോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തെന്താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നു രാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ
പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാറും നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും
താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, അനുകമ്പാർദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, അനുകമ്പാർദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. നമ്മൾ ഇന്ന് വൈകുന്നേരം നമ്മൾ ശ്രീ ഫ്രാൻസിസ് സേവ്യർ കപ്പേളയിൽ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ 6 മണിക്ക് കൊടിയേറ്റത്തോടെ തുടങ്ങും. 6 മണിക്ക് കൊടിയേറ്റം, പിന്നീട് തുടർന്ന് നൊവേന ചൊല്ലും, ശേഷം കുർബാന.
കുർബാന കഴിഞ്ഞ് പുണ്യാളൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടൊരു ചെറിയ വാഹനം പ്രദർശനം പോകുന്ന സ്ഥലത്തുകൂടി പോവുകയും തിരിച്ച് വന്ന് തിരുനാൾ സമാപിക്കുകയും കൊടി ഇറക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് പരിപാടികൾ. വെളുത്തമണ്ണെങ്കിൽ റീറ്റ എനിക്ക് ഇന്നലെ പള്ളിയിൽ വന്നിരുന്നു എന്നുള്ളതാണ്. കുർബാനയ്ക്ക് വരുന്നതാണ്. അപ്പം പുള്ളിക്കാരത്തി മരിച്ചുപോയി. ഇന്ന് രാവിലെ എഴുന്നേറ്റില്ല, എഴുന്നേൽക്കാൻ വിളിച്ച സമയത്ത് മരിച്ചുപോയി എന്നാണ് പറയുക. അപ്പോൾ പരേതയുടെ ശവസംസ്കാരം ഇന്ന് വൈകുന്നേരം തന്നെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പരേതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധ ഫ്രാൻസിസ് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്നേഹതീക്ഷ്ണതയാൽ ജ്വലിച്ചുവല്ലോ. അങ്ങേ രഹസ്യങ്ങൾ ഞങ്ങളിലും അതേ തീക്ഷ്ണത ഉജ്ജ്വലിപ്പിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ വിളിയിൽ കൂടുതൽ യോഗ്യതയോടെ ചരിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം വാഗ്ദാനം ചെയ്യപ്പെട്ട സമ്മാനം സൽപ്രവൃത്തികളാൽ ഞങ്ങൾ സംപ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുള്ളണമേ. കർത്താവ് ഞങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സമാധാനത്തിൽ പോവുക. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും തൊഴിലുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരെ പൊതുവിനെ നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കൽ ഞാൻ അണയുന്നു. നെടുവീർപ്പെട്ട് കണ്ണുനിറച്ചിന്റെ പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യരേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.